ഇറാനും ഇസ്രയേലും തമ്മിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി നടത്തിയ ഏറ്റുമുട്ടൽ ചെറിയ ആശങ്കയൊന്നുമല്ല രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. അശാന്തിയുടെ കരിമ്പടം വീഴുന്നു പശ്ചിമേഷ്യയിൽ എന്ന ഒരു സ്വഭാവം ഈ യുദ്ധത്തിനുണ്ടായിരുന്നു. ഇവൻ അണ്വായുധ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് പോലും പേടിച്ച ആളുകളുണ്ട്. എന്നാൽ ഇപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പശ്ചിമേഷ്യയിൽ പറന്നു തുടങ്ങി. പശ്ചിമേഷ്യയിൽ സമാധാനം. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതി സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയാണ്. ഇന്നലെ രാത്രി ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിച്ചില്ല എന്നത് ഏറെ ആശ്വാസം പകരുന്ന വാർത്തയാണ്. ഇറാനെതിരെ ഇസ്രായേൽ നേടിയത് ചരിത്ര വിജയം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒപ്പം നിന്ന് അമേരിക്കയ്ക്ക് നെതന്യാഹു നന്ദിയും അറിയിച്ചു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയെ പിന്തുണച്ച് ടെഹ്റാനിൽ പ്രകടനങ്ങൾ നടന്നു. അതിനിടെ ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തതായി അമേരിക്ക സെക്യൂരിറ്റി കൗൺസിൽ അവകാശപ്പെട്ടു. സൈനിക നടപടിയെ ന്യായീകരിച്ച അമേരിക്ക സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നും വിശദീകരിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും നമ്മുടെ വാർത്താമുറിയിൽ നിന്ന് ബി ദിലീപ് കുമാറും തത്സമയം ചേരുകയാണ്. ആദ്യം മധുവിലേക്ക്. മധു, ശരിക്കും ഡൊണാൾഡ് ട്രംപ് തന്നെ ഇസ്രയേലിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന കാര്യങ്ങളും പ്രേക്ഷക ലോകം കേട്ടു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇന്നലെ രാത്രി ആക്രമണം നടത്താൻ തയ്യാറായില്ല. ഏതാണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഒരു ഫീല് പശ്ചിമേഷ്യയിലുണ്ട്. അമേരിക്കൻ ജനത ഈ യുദ്ധത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് SKN. സമ്മിശ്ര പ്രതികരണമാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ US ബോംബിട്ട ഇറാനിയൻ ന്യൂക്ലിയർ പ്ലാന്റുകൾ ഒരു ആണവായുധം വികസിപ്പിക്കുന്ന പദ്ധതിയുമായിട്ട് ഏറെ മുന്നോട്ട് പോകുകയായിരുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ട്രംപിന്റെ നടപടിക്ക് ആവശ്യത്തിനുള്ള ഇന്റലിജൻസ് ബാക്കിംഗ് ഉണ്ടോ എന്നായിരിക്കും US കോൺഗ്രസിൽ ഉയരുവാൻ സാധ്യതയുള്ള ആദ്യ ചോദ്യം. നമുക്കറിയാം, 2003 ഇറാഖ് അധിനിവേശത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് US കോൺഗ്രസിൽ ന്യായീകരിച്ചത് ഇറാഖിൽ അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ആയുധ ശേഖരമുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തതായിട്ട് ട്രംപ് ഭരണകൂടം അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ ഇന്ന് നടന്ന സുരക്ഷാ കൗൺസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂൺ 21 വളരെ കൃത്യതയോടെ നടത്തിയ ഒരു സൈനിക നടപടിയായിരുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാന്റെ ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി കുറച്ചു കൊണ്ടുവരികയായിരുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയുടെ അംബാസഡർ ഡെറോത്തി ഷിയ പറഞ്ഞത്. അമേരിക്ക സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി നടത്തിയതാണെന്നാണ് ഈ സൈനിക നടപടിയെ ന്യായീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഇറാൻ ഉയർത്തുന്ന ഭീഷണി കുറച്ചു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യവും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഡെറോത്തി പറയുന്നത്. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിൽ അതേസമയം ഖത്തർ വലിയ പങ്ക് വഹിച്ചുവെന്ന് ഇറാന്റെ ഐക്യരാഷ്ട്ര സഭാ പ്രതിനിധി അമീർ സയ്യിദ് ഇർവാനി പറയുകയുണ്ടായി. അവർക്ക് നന്ദി പറയുകയും ചെയ്തു. SKN, അതേസമയം ഇറാനുമായി നടത്തിയ ഈ വെടിനിർത്തൽ കരാർ ഏതെങ്കിലും കാരണവശാൽ ഇറാൻ ലംഘിച്ചാൽ വളരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഐക്യരാഷ്ട്ര സഭയിലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ഡാനോൺ പറഞ്ഞത്. എന്നാൽ അമേരിക്കയുടെ ഈ ബങ്കർ ബോംബറുകൾ ഉപയോഗിച്ച് ഇറാൻ ആണവ നിലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഉദ്ദേശിച്ച ഫലം പൂർണ്ണമായി കണ്ടില്ല എന്ന് US ഡിഫൻസിന്റെ ഒരു ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു വലിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് അമേരിക്കയിൽ. അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിൽ ചില വിശ്വസനീയ കേന്ദ്രങ്ങൾ വഴി റോയിറ്റേഴ്സും അതുപോലെ CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ചോർത്തി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആണവായുധ രാജ്യമായി മാറുവാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് വളരെ ചെറിയൊരു കാലതാമസം മാത്രമേ ഈ മിലിറ്ററി ഓപ്പറേഷനിലൂടെ സാധ്യമായിട്ടുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്നാണ് ഈ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വിവരങ്ങൾ വൈറ്റ് ഹൗസും അതുപോലെ US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പീറ്റ് ഹെഗ്സത്ത് പറയുന്നത് ഈ മിലിറ്ററി ഓപ്പറേഷൻ അദ്ദേഹം പൂർണ്ണമായി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആണവായുധങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഇറാന്റെ കഴിവിനെ ഇല്ലാതാക്കി എന്നാണ് ഹെഗ്സത്ത് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് വൈറ്റ് ഹൗസും പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനുമായിട്ടുള്ള 12 ദിവസത്തെ യുദ്ധത്തിലൂടെ
ഇസ്രയേൽ ഇറാന്റെ ആണവ ഭീഷണി നീക്കം ചെയ്തതായിട്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ മുന്നിൽ രണ്ട് ഭീഷണികൾ ഉണ്ടായിരുന്നു. ഒന്ന് ആണവ ഭീഷണിയും അതുപോലെ 20,000-ൽ പരം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളും. ഇത് രണ്ടും ഇല്ലാതാക്കി എന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. SKN മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥത്തിൽ ഈ ഇറാന്റെ ആണവായുധങ്ങൾ തകർന്നിട്ടില്ല എന്ന രീതിയിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പെൻറ്റഗണിനും കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയമാണ് പെൻറ്റഗൺ. ആ പെൻറ്റഗണിനും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ ആണവായുധങ്ങൾ തകർക്കാൻ അമേരിക്കൻ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്തായാലും ഇത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വലിയൊരു വിവാദം അമേരിക്കയിൽ പടർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.